ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക് യു അമ്മ. അല്ല, ഇന്നെന്റെ പിറന്നാളാണ്. അമ്മ എങ്ങനെ അറിഞ്ഞു? ആ, അതൊക്കെ ഞാൻ അറിയും. എന്താ അമ്മ ഇതിനകത്ത്? മോള് തുറന്നു നോക്ക്, സാരിയാ. ആ, കൊള്ളാലോ അമ്മേ, നല്ല സാരി. എന്റെ ഫേവററ്റ് കളറാണിത്. മോളുടെ ഇഷ്ടങ്ങളൊക്കെ ഈ അമ്മ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നുമല്ലല്ലോ, നിന്റെ ഒരേ ഒരു അമ്മായിമ്മയല്ലേ ഞാൻ. നിന്റെ ഇഷ്ടങ്ങളെങ്കിലും ഞാൻ അറിഞ്ഞു വെക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി. താങ്ക് യു ഏട്ടാ. അയ്യേ, എന്തുവാടാ ഇത്? നീ നിന്റെ ഭാര്യയുടെ പിറന്നാളായിട്ട് ഈ ചോക്ലേറ്റ് ആണോ ഗിഫ്റ്റ് കൊടുക്കുന്നത്? കേട്ടോ മോളെ, ഇവന്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഒരു സാരി, ഒരു സിനിമ, പുറത്തുനിന്ന് ഫുഡ്, പിന്നെ ഒരു ഗോൾഡ് കമ്മൽ. അങ്ങേരുള്ള കാലം അത്രയും അതിനൊരു മുടക്കവും വന്നിട്ടില്ല. അതാണ് സ്നേഹം. ഡാ, നീ ഇവളെയും കൂട്ടി ഒരു സിനിമയ്ക്കൊക്കെ പോ. പിന്നെ ഈ ചോക്ലേറ്റ് കൊടുത്ത് പറ്റിക്കാതെ വല്ല നെക്ലേസും മേടിച്ചു കൊടുക്ക്. എന്റെ അമ്മേ, അന്നത്തെ കാലത്തെ സ്വർണത്തിന്റെ വില എത്രയാ? 1000 രൂപ. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയോ തൊട്ടാ കൈ പൊള്ളും. നെക്ലേസ് ഒക്കെ വേണോ മീനാക്ഷി? നിനക്ക് സിനിമ കണ്ടാ പോരെ? ഓ, നിന്റെ അപ്പന്റെ ഒരു ഗുണവും ഇല്ലല്ലോടെ ചെറുക്കാൻ നിനക്ക്. പിന്നെ അമ്മ പായസം ഉണ്ടാക്കുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസം. ഇന്ന് പിറന്നാളായിട്ട് മോളിന്ന് അടുക്കളയിലൊന്നും കേറണ്ട. അമ്മേ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാം. അതെ അതെ, അമ്മയും കൂടി വാ. അയ്യോ, അതൊന്നും വേണ്ട മക്കളെ. മക്കള് പോയിട്ട് വാ. നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാനൊന്നും ഞാനില്ല. പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ ഇങ്ങ് വന്നാ മതി. മക്കള് വരുമ്പോഴത്തേനും അമ്മ പായസം ഉണ്ടാക്കി വെച്ചേക്കാം. ശരി അമ്മേ. എന്നാ നിങ്ങൾ ഡ്രസ്സ് മാറി പോവാൻ നോക്ക്, ഞാനങ്ങ് ചെല്ലട്ടെ. ശരി അമ്മ. ഡി ചിഞ്ചുമോളെ. ഓ, ആരിത്? മോന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ കാണാനില്ലായിരുന്നല്ലോ. ഓ, തിരക്കായി പോയെന്നേ. അതുമല്ല, എന്തൊരു ഒടുക്കത്തെ മഴയാ. പുറത്തിറങ്ങാൻ നിർവാഹമുണ്ടോ? വല്ല മരക്കമ്പ് ഒടിഞ്ഞു വീണാ തീർന്നില്ലേ. പിന്നെ അതുമല്ല, റോഡിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും റോഡ് കുഴിഞ്ഞ് താഴോട്ട് പോണത്. അതിലും ഭേദം വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ, അതല്ലേ സേഫ്. അത് നേരാ. നമ്മള് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. അല്ല, നിന്റെ മരുമോളൊക്കെ എന്ത് പറയുന്നു? ആ, അത് പറയാനാ ഞാൻ വന്നത്. ഇതാ കുറച്ച് സേമിയ പായസ. ഇതെന്താ പായസമൊക്കെ ആയിട്ട്? ഇന്നെന്താ വിശേഷം? ഇന്നെന്റെ മരുമോളുടെ പിറന്നാളാന്നേ, അപ്പൊ ഞാൻ കുറച്ച് പായസം അങ്ങ് ഉണ്ടാക്കി. എന്നിട്ട് പിറന്നാളുകാരി എവിടെ? അവര് സിനിമയ്ക്ക് പോയേക്കുക. ആഹാ, നിനക്കും കൂടി പോയായിരുന്നില്ല അവരുടെ കൂടെ സിനിമയ്ക്ക്? ഓ, എന്തിന്? നമ്മൾ എന്തിനാ അവരുടെ നടുക്കൊരു കട്ടുറുമ്പാവുന്നേ? പിള്ളേരെ എൻജോയ് ചെയ്യട്ടെന്നേ, അതല്ലേ നമ്മുടെ സന്തോഷം. നിന്നെ പോലെ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, നിന്റെ മരുമോള് പണിയൊക്കെ എടുക്കുവോ? അതോ നീ തന്നെയാണോ ഇപ്പോഴും അടുക്കള ഭരണം? എന്റെ ചിഞ്ചുമോളെ, ആരടുക്കള കേറി എന്താ? കഴിച്ചാ പോരെ. പിന്നെ അവള് ഹെൽപ്പൊക്കെ ചെയ്യും. പിന്നെ പിള്ളേരായ കുറച്ച് മടിയൊക്കെ കാണും. അത് നമ്മൾ കാരണവന്മാര് വേണ്ടേ ക്ഷമിക്കാൻ? ഒരു കുഴപ്പവും ഇല്ല. എനിക്കിങ്ങനെ ഒരു അമ്മായിമ്മേനെ കിട്ടിയില്ലല്ലോ. ഇവിടെ ഉണ്ട് ഒരെണ്ണം, ചില സമയത്ത് കിണറ്റിലിടാൻ തോന്നും. ആ, അടുത്ത ജന്മമെങ്കിലും നിന്റെ മരുമോളായിട്ട് ജനിക്കാൻ പ്രാർത്ഥിക്കാൻ ഞാൻ. ഒന്ന് പോടി അവിടെന്ന്. പിള്ളേരൊക്കെ വരാറായി, ഞാനെന്നാ ചെല്ലട്ടെ. ആ, ശരി ശരി. ആ, മക്കള് വന്നോ? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? നല്ല സിനിമയായിരുന്നു അമ്മേ. അമ്മയ്ക്കും കൂടി വരായിരുന്നു. മീനാക്ഷി പറഞ്ഞത് ശരിയാ, അമ്മയ്ക്കും കൂടി വരായിരുന്നു. ഓ, ഇനി ഈ പ്രായത്തിൽ എന്തോന്ന് സിനിമ? നിന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്തെ കാണാത്ത സിനിമയൊന്നും ഇല്ലായിരുന്നു. ആ, അതൊക്കെ ഒരു കാലം. പിന്നെ മക്കള് ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരി അമ്മ. എന്തുവാടി നീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഉപ്പും ഇല്ല, പുളിയില്ല, എന്നിട്ട് രസമൊന്ന് പേരും.
ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഉപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഷടാ, ഇനിയിപ്പോ വെള്ളം കൂടിപ്പോയോ? അവളുടെ ഒരു രസം. കഴിക്കുന്നവർക്ക് ഒരു ടേസ്റ്റും ഇല്ല. എടുത്തിട്ട് പോടി. എന്തുവാടാ നീ കൊച്ചിനെ ഇരുന്ന് കുറ്റം പറയുന്നത്? നിനക്ക് ഉണ്ടാക്കി തരുന്നതും പോരാതിരുന്ന് കഴിച്ചേച്ചിരുന്ന് കുറ്റം പറയുന്നോ? മിണ്ടാതെ കഴിച്ചിട്ട് എണീറ്റ് പോടാ. അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, അപ്പൊ അറിയാലോ. ഒരു കുഴപ്പമില്ലല്ലോ. ഉപ്പുണ്ട്, പുളിയുണ്ട്. നിന്റെ വായ്ക്ക് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടായിരിക്കും. അല്ലേലും അമ്മ എപ്പോഴും ഇവളുടെ സൈഡല്ലേ നിക്കത്തുള്ളൂ. സ്വന്തം മോനെ വേണ്ട. എടാ, നിന്നെ പോലെ തന്നെയാണ് എനിക്ക് ഇവളും. പിന്നെ അടുക്കളയിൽ കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. മോളെ, നാളെ തൊട്ട് ഇവനൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. ഇവൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കട്ടെ. വാ മോളെ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ഒരു അമ്മയും മോളും വന്നേക്കുന്നു. കഴിച്ചിട്ട് പോയേക്കാം. അതാ ബുദ്ധി. നീ തുണിയൊക്കെ ആയിട്ട് എങ്ങോട്ടാ മോളെ? അമ്മേ, ഏട്ടന്റെ ഷർട്ടൊക്കെ ഒന്ന് കഴുകിയിടാൻ. മോളത് അവിടെ വെച്ചേ. എന്തിനാമ്മേ? വെക്കേ. ഡാ അരുണേ. എന്താ അമ്മേ? അമ്മ വിളിച്ചോ? മോളെ, ആ തുണി എടുത്ത് അവന്റെ കയ്യിലോട്ടങ്ങ് കൊടുത്തേ. അയ്യോ അമ്മേ, അത് കൊടുക്ക് മോളെ. വാങ്ങിക്കടാ അത്. നിന്റെ കൈക്കും കാലിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. എന്തിയേ? എങ്കി ഇന്ന് തൊട്ട് നിന്റെ തുണി നീ തന്നെ കഴുകിയിട്ടാ മതി. മീനാക്ഷി കഴുകിക്കോളാന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നീ കഴിഞ്ഞ ദിവസം കഴിച്ച പാത്രം അവിടെ വെച്ചിട്ട് പോണ കണ്ടല്ലോ. അതും മീനാക്ഷി കഴുകി വെച്ചോളൂ. എങ്കി ഇന്ന് തൊട്ട് അതും അവള് ചെയ്യുന്നില്ല. അതെന്താ? അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? അവളെന്താ നിന്റെ വേലക്കാരിയോ? നീ ഇട്ട നിന്റെ തുണി കഴുകി തരാനും നീ കഴിച്ച പാത്രം കഴുകി വെക്കാനും. ഇനി നിനക്ക് വേണമെങ്കിൽ നിനക്ക് തുണി ഇടണമെങ്കിൽ നീ തന്നെ നനയ്ക്കണം. പിന്നെ നീ തിന്ന പാത്രം നീ തന്നെ കഴുകി വെച്ചോണം. നിനക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവളെ കല്യാണം കഴിപ്പിച്ചു തന്നത്, അല്ലാതെ നീ പറയുന്ന പണി ചെയ്യാനല്ല. അവരവരുടെ കാര്യം അവരോര് നോക്കുക. നിന്റെ ലൈഫ് ഈസിയാക്കാൻ വേണ്ടിയിട്ടല്ല അവളുടെ അച്ഛനും അമ്മയും നിനക്ക് കല്യാണം കഴിപ്പിച്ചു തന്നത്. അതാദ്യം നീ മനസ്സിലാക്കണം. നീ വേണം ഇവളെ പൊന്നു പോലെ നോക്കാൻ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. മനസ്സിലായി. വാ മോളെ, നമുക്ക് താഴെ ചെന്നിരുന്ന് TV കാണാം. ശരി അമ്മ. ഹോ, പണ്ടാരത്തള്ള. ഇതിപ്പോ ഞാനാണോ അവളാണോ അവരുടെ മരുമോള്? ഓ, ഇനി ഈ തുണി മൊത്തം ഞാൻ കഴുകണല്ലോ. വലിയ മണമില്ല. സ്പ്രേ ഉണ്ടല്ലോ, സ്പ്രേ അടിക്കാം. ഒരാഴ്ച അങ്ങോട്ട് ഓടിക്കാം. ആരറിയാൻ? എന്നോടാ കളി. അല്ല പിന്നെ.